ഏതായാലും പൊതുവേദിയിൽ ശശി തരൂർ എംപിയെ പുകഴ്ത്തി വെട്ടിലായിരിക്കുകയാണ് ബി.ജെ.പി. നേതാവും മുൻ നേമം എം.എൽ.എയുമായ ഒ രാജഗോപാൽ. തിരുവനന്തപുരത്തുകാരുടെ മനസ്സിനെ സ്വാധീനിക്കാൻ കഴിയുന്ന വ്യക്തിയാണ് ശശി തരൂരെന്നും അതുകൊണ്ടാണ് അദ്ദേഹം തിരുവനന്തപുരത്ത് വീണ്ടും വിജയിക്കുന്നതെന്നുമായിരുന്നു ഒ രാജഗോപാൽ പറഞ്ഞത്. ഈ സാഹചര്യത്തിൽ ഇനി അടുത്ത കാലത്ത് വേറെ ആർക്കെങ്കിലും തിരുവനന്തപുരത്ത് അവസരം ലഭിക്കുമോ എന്ന് സംശയമുണ്ടെന്നും ഒ രാജഗോപാൽ പറഞ്ഞിരുന്നു. തരൂരിന്റെ സേവനം കൂടുതൽ ലഭ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതായും ഒ രാജഗോപാൽ പറയുകയുണ്ടായി. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന വേളയിൽ മുതിർന്ന നേതാവ് നടത്തിയ പ്രസ്താവന കോൺഗ്രസ് പ്രവർത്തകർ വലിയ തോതിൽ പ്രചരിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ ബി.ജെ.പി. വലിയ പ്രതിരോധത്തിലാകുകയും ചെയ്തു. ഇതോടെ ഫേസ്ബുക്കിലൂടെ തിരുത്തുമായി ഒ രാജഗോപാൽ തന്നെ രംഗത്തു വരികയായിരുന്നു. രാജഗോപാലിന്റെ ഫേസ്ബുക്ക് കുറിപ്പിൽ പറയുന്നത് ഇങ്ങനെയാണ്: ഇന്ന് തിരുവനന്തപുരത്ത് നടന്ന എൻ രാമചന്ദ്രൻ ഫൗണ്ടേഷൻ അവാർഡ് ദാന ചടങ്ങിനിടയിൽ ഞാൻ നടത്തിയ പ്രസംഗത്തിൽ തിരുവനന്തപുരം എം.പി. ശശി തരൂരിനെ കുറിച്ച് നടത്തിയ പരാമർശം ഞാൻ ഉദ്ദേശിച്ച അർത്ഥത്തിലല്ല മാധ്യമങ്ങൾ വ്യാഖ്യാനിച്ചത്. ഒന്നിൽ കൂടുതൽ തവണ വിജയിച്ചയാൾ എന്ന അർത്ഥത്തിലാണ് ഞാൻ സംസാരിച്ചത്. എന്നാൽ മാറിയ രാഷ്ട്രീയ സാഹചര്യത്തിലും നരേന്ദ്രമോദി സർക്കാരിന്റെ പ്രവർത്തന മികവിലും പാർട്ടി പ്രവർത്തകർ കഠിനാധ്വാനം ചെയ്താൽ തിരുവനന്തപുരത്ത് ബി.ജെ.പിക്ക് വിജയിക്കുവാനുള്ള സാഹചര്യം നിലവിലുണ്ട്. മാത്രവുമല്ല, നിലവിൽ തരൂരിന്റെ മണ്ഡലത്തിലെ സാന്നിധ്യവും നാമമാത്രമാണ് എന്നത് അദ്ദേഹത്തിന്റെ സാധ്യതയെ പ്രതികൂലമായി ബാധിക്കും. ഒരു പാലക്കാട്ടുകാരൻ എന്ന നിലയ്ക്ക് ആലങ്കാരികമായി നടത്തിയ അഭിപ്രായ പ്രകടനം മാത്രമാണ് പ്രസ്തുത പ്രസംഗത്തിലുള്ളത്. ബി.ജെ.പി. ഇത്തവണ തിരുവനന്തപുരത്ത് വിജയിക്കുമെന്നതാണ് എന്റെ വ്യക്തിപരവും രാഷ്ട്രീയവുമായ നിലപാടെന്ന് തിരുത്തിക്കൊണ്ട് ഒ രാജഗോപാൽ തന്റെ ഫേസ്ബുക്കിൽ കുറിച്ചു. ഏതായാലും ബി.ജെ.പി. നേതാവ് ശരിക്കും പെട്ടു എന്നു തന്നെ പറയാം. അതുകൊണ്ടാണല്ലോ പറഞ്ഞത് തിരുത്തി അദ്ദേഹം എത്തിയിരിക്കുന്നത്. കേരളത്തിൽ ബി.ജെ.പിയുടെ ആദ്യ എം.എൽ.എ. കൂടിയായ ഒ രാജഗോപാലിന്റെ അഭിപ്രായം നേതൃത്വത്തെ ശരിക്കും ഞെട്ടിച്ചിരുന്നു. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശശി തരൂരിനെതിരെ മത്സരിച്ചത് ഒ രാജഗോപാലായിരുന്നു. അന്ന് ശശി തരൂരിന്റെ ഭൂരിപക്ഷം കുറയ്ക്കാൻ ഒ രാജഗോപാലിന് സാധിക്കുകയും ചെയ്തു. വെറും 15,470 വോട്ടുകളുടെ വ്യത്യാസത്തിലാണ് രാജഗോപാൽ ശശി തരൂരിനോട് തോറ്റത്. പിന്നീട് 2016 നടന്ന സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന നേമം നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് രാജഗോപാൽ ജയിക്കുകയും ചെയ്തു. 2019 99,989 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിന് ശശി തരൂർ ഹാട്രിക് വിജയം നേടുമ്പോൾ എതിർ സ്ഥാനാർത്ഥി കുമ്മനം രാജശേഖരനായിരുന്നു. 2009 മുതൽ തിരുവനന്തപുരം മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്നത് ശശി തരൂരാണ്. ഇത്തവണയും ശശി തരൂർ തന്നെയായിരിക്കും തിരുവനന്തപുരത്ത് കോൺഗ്രസ് സ്ഥാനാർത്ഥി എന്നാണ് റിപ്പോർട്ടുകൾ. മത്സരിക്കാനുള്ള സന്നദ്ധത പ്രകടിപ്പിച്ച് ശശി തരൂരും എത്തിയിരുന്നു. തിരുവനന്തപുരത്ത് നരേന്ദ്രമോദി വന്ന് മത്സരിച്ചാലും തന്നെ തോൽപ്പിക്കാനാകില്ലെന്ന് ശശി തരൂർ ആത്മവിശ്വാസത്തോടെയാണ് പറഞ്ഞത്. അവസരം കിട്ടിയാൽ ഇത്തവണത്തേത് ലോക്സഭയിലേക്കുള്ള അവസാന മത്സരമാകുമെന്നാണ് തരൂർ പറയുന്നത്.